There are two pictures in page number 8. In first picture, a girl is feeding some birds. Second picture, three children, they are playing in muddy water. A boy splashes muddy water onto another. In first picture, that's act of kindness. She is a kind girl. But in second picture is not a part of kindness. Kindness makes every person happy. Activity 1. Identify the rhyming words and give the same color to each pair. Rhyming words എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് സ്പെല്ലിംഗ് ആയിരിക്കും, ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ എൻഡിങ് സൗണ്ട് സെയിം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സ് ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഒരേ സൗണ്ട് വരുന്നതിന് സെയിം കളർ കൊടുക്കാനാണ് ആക്ടിവിറ്റി. ഫ്രൗൺ, ഡൗൺ, ഹോൾഡ്, ഗോൾഡ്, ഹാൻഡ്, അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ തന്നിരിക്കുന്നവയിൽ അവയാണ് റൈമിംഗ് വേർഡ്സ് ആയിട്ടുള്ളത്. ഈ ആക്ടിവിറ്റിയിൽ റൈമിംഗ് വേർഡ്സ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും കൂടുതൽ റൈമിംഗ് വേർഡ്സ് കൊടുക്കുകയും ചെയ്യണം. ആക്ടിവിറ്റി 2ൽ കംപ്ലീറ്റ് ദ പോം യൂസിങ് ദ ക്ലൂസ് ഗിവൺ ഇൻ ദ ബോക്സ്. ഓൾറെഡി 4 തന്നിട്ടുണ്ട്. അതേ മോഡലിൽ സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്ലൂ ഉപയോഗിച്ചിട്ട് പോം കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ആക്ടിവിറ്റി. My friend is like a butterfly fluttering in the garden. My friend is like a peacock dancing in the woods. My friend is like a star shining in the sky. My friend is like a boat floating in the river. My friend is like a flower blooming in the garden. ഈ സെയിം പാറ്റേണിൽ കൂടുതൽ വാക്കുകൾ, കൂടുതൽ ലൈനുകൾ തന്നെ ആഡ് ചെയ്യാനായിട്ട് കുട്ടികളോട് ആവശ്യപ്പെടാം. Activity 3. Let's discuss. What does your mother do at home? What does your father do at home? Do you help your parents? How? അതായത് വീട്ടിൽ അച്ഛൻ ചെയ്യുന്ന ജോലികൾ, അമ്മ ചെയ്യുന്ന ജോലികൾ, കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എന്നിവയാണ് ക്വസ്റ്റ്യൻ. മൈ മദർ പ്രിപ്പയർസ് ഫുഡ് ഇൻ ദ കിച്ചൺ. അമ്മ ആഹാരം പാകം ചെയ്യുന്നു. മൈ ഫാദർ ക്ലീൻസ് അപ്പ് ദ ഹൗസ്. അച്ഛൻ വീട് ക്ലീൻ ചെയ്യും. യെസ്, ഐ ഡു ഹെൽപ്പ് മൈ പേരൻസ്. ഞാൻ എൻ്റെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യും. ഐ ഹെൽപ്പ് മൈ മദർ ടു കട്ട് വെജിറ്റബിൾസ് ആൻഡ് വാഷിംഗ് പ്ലേറ്റ്സ്. അമ്മയെ സഹായിക്കും. അപ്പോൾ ഓരോ വീടിൻ്റെയും സാഹചര്യം അനുസരിച്ചിട്ട് കുട്ടികളുടെ ആൻസർ വ്യത്യസ്തമായിരിക്കും. ഈ പാട്ടിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും അമ്മ അല്ലെങ്കിൽ സ്ത്രീ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഒരു വീട്ടിലെ ജോലികളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നൊരു മീനിങ്ങും കൂടെ വരുന്ന പോർഷനാണിത്. ഇപ്പോൾ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് അതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യണം. ഇപ്പോൾ തന്നിരിക്കുന്ന പിക്ചറിൽ ഫാദർ ഈസ് പ്രിപ്പയറിംഗ് ഫുഡ്, മദർ ഈസ് മെയിൻറ്റെയിനിങ് ഫാൻ ആൻഡ് ദ ഗേൾ ഈസ് ക്ലീനിങ് വെസൽസ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ക്ലാസ് റൂം ആക്ടിവിറ്റി നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, അടുക്കള ജോലി സ്ത്രീകളുടെ മാത്രമല്ല എന്നൊരു ആശയം വരുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് റൂം ആക്ടിവിറ്റിയെ മാറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഈ പിക്ചറിന് ഡിസ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. Write Sasha's thoughts. Sasha offered an unniyapam to the girl, but the girl ran away without accepting it. What would be Sasha's feelings? അതായത് സാഷ ഉണ്ണിയപ്പം കൊടുത്തിട്ടും ആ കുട്ടി അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ സാഷയ്ക്ക് ഉണ്ടായ ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഷീ അപ്പിയേഴ്സ് ലൈക്ക് എ പുവർ ഗേൾ. അവളെ കണ്ടിട്ടൊരു പാവം കുട്ടി പോലെയുണ്ട്. ഷീ സീംസ് ടു ബി ഓഫ് മൈ ഏജ്. ചിലപ്പോൾ അവൾ എൻ്റെ ഏജ് ആയിരിക്കും. ഹർ ഡ്രസ് ഈസ് ഡേർട്ടി ആൻഡ് ടോൺ. അവളുടെ വസ്ത്രങ്ങൾ അഴുക്കുപുരണ്ടതാണ്, കീറിയതാണ്. ഷീ ഡിഡ്ന്റ് ടേക്ക് ദ ഉണ്ണിയപ്പം. അവൾ ഉണ്ണിയപ്പം എടുത്തിട്ടില്ല. വൈ? എന്തുകൊണ്ടായിരിക്കും? വൈ ഡിഡ് ഷീ കം ഹിയർ? അവൾ എന്തുകൊണ്ടായിരിക്കും ഇവിടെ വന്നത്? ക്യാൻ ഐ മീറ്റ് ഹർ അഗെയിൻ? അവളെ വീണ്ടും ഒന്ന് കാണാൻ സാധിക്കുമോ? ഐ വിൽ ഹെൽപ്പ് ഹർ. ഞാൻ അവളെ സഹായിക്കും. ഐ വിൽ ടോക്ക് അബൌട്ട് ഹർ ടു മൈ പേരൻസ്. ഞാൻ അവളെക്കുറിച്ച് എൻ്റെ പേരൻസിനോട് സംസാരിക്കും. ഇതൊക്കെയായിരിക്കും പോസിബിൾ തോട്ട്സ്. ഇനി ഇപ്പോൾ ക്ലാസ് റൂം ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ പറയുന്ന കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാം. ആക്ടിവിറ്റി 5. Conversation. Sasha told Anu teacher about Kabita. Write the conversation between Sasha and her teacher. Teacher, on our way home we saw a girl. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കുട്ടിയെ കണ്ടു, ഒരു പെൺകുട്ടിയെ കണ്ടു. ഷീ സാങ് ദ സോങ് യു ടോട്ട് us ബ്യൂട്ടിഫുള്ളി. ആ ടീച്ചർ പഠിപ്പിച്ച ഗാനം ആ കുട്ടി മനോഹരമായിട്ട് പാടി. ഓ ഗുഡ്, ഐ റിമെമ്പർ ഹർ. ഷീ കെയിം അറ്റ് അവർ സ്കൂൾ യെസ്റ്റർഡേ. ഞാൻ ഓർക്കുന്നുണ്ട്, അവൾ ഇന്നലെ നമ്മുടെ സ്കൂളിൽ വന്നതല്ലേ. അപ്പോൾ സാഷ പറയാണ്, ഷീ ഈസ് പുവർ. വിൽ യു ഹെൽപ്പ് ഹർ ടു ജോയിൻ അവർ സ്കൂൾ? സഹായിക്കാമോ അവളെ ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് സഹായിക്കാമോ? അപ്പോൾ ടീച്ചർ റിപ്ലൈ പറയുന്നു, ഷുവർ ഡിയർ, ഡോണ്ട് വറി, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് ടു അവർ ഹെഡ് മാസ്റ്റർ. നമുക്കിത് ഹെഡ് മാസ്റ്ററിനോട്
സംസാരിക്കാം. അപ്പോൾ സാഷ പറയുന്നു, താങ്ക് യു ടീച്ചർ, ഐ വിൽ ഇൻഫോം ഹർ ആൻഡ് ഹർ മദർ, ദേ വിൽ ബി വെരി ഹാപ്പി. ടീച്ചർ, കൺഗ്രാറ്റ്സ് സാഷ, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് തിങ്. കോൺവെർസേഷൻ സിംപ്ലിഫൈ ചെയ്താണ് ഇപ്രകാരം എഴുതിയത്. ചേഞ്ചസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. Activity 6. Miss Anupama started messaging the headmaster. Select suitable dialogues and fill up the chat box. അതായത് ഈ കുട്ടിയെക്കുറിച്ചും അതിന് അഡ്മിഷനെ കുറിച്ചും അറിയാനായിട്ട് അനുപമ ടീച്ചർ സാറിന് മെസ്സേജ് ചെയ്യുന്നു. ആ ചാറ്റ് ബോക്സ് ആണ് അടുത്ത ആക്ടിവിറ്റി ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അവർ ഡയലോഗ്സ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. സ്യൂട്ടബിൾ ആയിട്ടുള്ള എടുത്ത് എഴുതിയാൽ മതിയാവും. അപ്പോൾ ടീച്ചർ മെസ്സേജ് ചെയ്യേണ്ട ഹലോ സർ. ടീച്ചർ റിപ്ലൈ കൊടുക്കുന്നു, ഹായ് അനുപമ ടീച്ചർ, ടുഡേ 2 of our students came to me എന്ന് ടീച്ചർ മെസ്സേജ് ചെയ്യുന്നു. ഹൂ വേർ ദേ, അവരാരൊക്കെയായിരുന്നു എന്ന് സർ ചോദിക്കുന്നു. സാഷ ആൻഡ് നവീൻ. വൈ ഡിഡ് ദേ കം, അവരെന്തിനാണ് വന്നതെന്ന് സാർ വീണ്ടും ചോദിക്കുന്നു. ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ, ഒരു കുട്ടിയെ നമ്മുടെ സ്കൂളിലേക്ക് പുതുതായിട്ട് ആഡ് ചെയ്യണം അവർക്ക്, അതിനായിട്ടാണ് വന്നത്. ഓ നോ ഇഷ്യൂസ്, വി ഷാൽ ഡു ഇറ്റ്. അത് നോ ഇഷ്യൂ, വി ഷാൽ ഡു ഇറ്റ്, നമുക്കത് ചെയ്യാം, വേണ്ടതുപോലെ ചെയ്യാമെന്ന് സാർ മറുപടി പറയുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് എന്ന് ടീച്ചർ പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് നിലവിൽ ഏറ്റവും പരിചിതമായ സാഹചര്യമാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ പിക്ചേഴ്സ് ദാറ്റ് റിഫ്ലക്ട് ആക്ട് ഓഫ് കൈൻഡ്നെസ് ആൻഡ് കമൻറ്റ് ഓൺ ദം. അതായത് തന്നിരിക്കുന്ന പിക്ചേഴ്സിൽ കൈൻഡ്നെസ്, ദയാപൂർവമായ ഇടപെടലുള്ള പിക്ചേഴ്സിന് ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ ഹെൽപ്പിംഗ് ആൻ എൽഡർ മാൻ, ആ കുട്ടി ഒരു പ്രായമായ മനുഷ്യനെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ്. സെക്കൻഡ് പിക്ചർ സൈക്ലിങ്ങിൻ്റെ പിക്ചറാണ്. സൈക്ലിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. തേർഡ് പിക്ചർ ക്വാറലിംഗ് ആണ്, പരസ്പരം വഴക്ക് കൂടുവാണ്. അപ്പോൾ ക്വാറലിംഗ് ആൻഡ് ഓൾസോ വാച്ചിങ് ആൻഡ് എൻജോയ് ക്വാറലിംഗ് ഈസ് നോട്ട് ഗുഡ്. ഫോർത്ത് പിക്ചർ എന്ന് പറയുമ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടി വി കാണുന്നു. ഈറ്റിംഗ് വെൽ വാച്ചിങ് ടി വി ഇസ് നോട്ട് ഗുഡ്. ഇനി നെക്സ്റ്റ് പിക്ചർ വരുമ്പോൾ ആ പെൺകുട്ടി ആ പ്രായമായ മനുഷ്യനെ സഹായിക്കുകയാണ്. ഹെൽപ്പിംഗ് പുവർ പീപ്പിൾ ഈസ് ഓൾസോ എ ഗുഡ് തിങ്. ലാസ്റ്റ് പിക്ചറിൽ ആ കുട്ടി ഒരു ആനിമലിൻ്റെ ജീവൻ രക്ഷിക്കുകയാണ്. സേവിങ് ദ ലൈഫ് ഓഫ് ആൻ ആനിമൽ ഈസ് ഗുഡ്. അപ്പോൾ ഇതിൽ ആക്ട് ഓഫ് കൈൻഡ്നെസ് വന്നിട്ടുള്ള പിക്ചേഴ്സിന് ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിവിടെ തന്നിട്ടുണ്ട്, അത് നോക്കി ടിക്ക് ചെയ്യുക. ഇനി ആക്ടിവിറ്റി 8. സം ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൻ ബിലോ, റൈറ്റ് ദം ഇൻ ഓർഡർ. കഥയിൽ കുറച്ച് ഇവൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്, ഓർഡർ മാറ്റിയാണ് തന്നിരിക്കുന്നത്. അതിന് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് ആക്ടിവിറ്റി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്ന ലൈൻ, നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. നവീൻ ഒരു പെൺകുട്ടിയെ വിൻഡോയുടെ സൈഡിൽ കണ്ടു. സെക്കൻഡ് വരുന്നത് സാഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. സാഷയും നവീൻ കവിതയെ വിസിറ്റ് ചെയ്തു. തേർഡ് വന്നിട്ട് കവിത വാസ് ക്രാഡ്ലിംഗ് ഹർ യങ്ങർ ബ്രദർ. കവിത ആ കുട്ടിയെ തൊട്ടിലാട്ടുകയായിരുന്നു. ഫോർത്ത്, സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സാഷ കവിതയ്ക്ക് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുത്തു. ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സാഷ ആൻഡ് നവീൻ. അവസാനം ഹെഡ് മാസ്റ്റർ അവരെ അഭിനന്ദിച്ചു. ഈ ഓർഡർ ആണുള്ളത്. അത് താഴെ തന്നിരിക്കുന്ന സ്പേസിലേക്ക് എഴുതുക. ആക്ടിവിറ്റി 9. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. അതായത് ആ പിക്ചർ നോക്കിയിട്ട് അതിനെ വിവരിച്ച് എഴുതാനായിട്ടാണ്. ദ പോർ ഗേൾ ആൻഡ് ഹർ മദർ ആർ ലിവിങ് ഇൻ എ ഷാക്ക്. ഷാക്ക് എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് താമസിക്കാൻ വലിച്ചു കെട്ടിയ വീടുകൾക്കാണ് അങ്ങനെ പറയുക. ദേ ആർ ലിവിങ് നിയർ ദ ഫോറസ്റ്റ്. അവരൊരു കാടിൻ്റെ അടുത്ത് താമസിക്കുന്നു. ഹർ മദർ ഈസ് കുക്കിംഗ്. അമ്മ കുക്ക് ചെയ്യുകയാണ്. ദർ പെറ്റ് ഡോഗ് ഈസ് സ്റ്റാൻഡിങ് ബിസൈഡ് ഹർ. അവരുടെ അടുത്ത് അവരുടെ ഡോഗ് നിൽപ്പുണ്ട്. എ ക്യാറ്റ് ഈസ് ലൈങ് നിയർ ദ മദർ. അമ്മയുടെ അടുത്ത് ഒരു പൂച്ച കിടക്കുന്നു. ദ ബേബി ഈസ് സ്ലീപ്പിംഗ് ഇൻ ദ ക്രാഡിൽ. കുട്ടി തൊട്ടിയിൽ കിടക്കുകയാണ്, കുഞ്ഞുകുട്ടി. ദ ക്രാഡിൽ ഈസ് ഹാങ്ങിങ് ഓൺ എ ട്രീ നിയർ ബൈ. അടുത്ത് തന്നെയുള്ള ഒരു ട്രീയിലാണ് ആ കുട്ടിയെ തൊട്ടിൽ. ദ ഗേൾ ആൻഡ് പെറ്റ് ഡോഗ് ഈസ് വെയിറ്റിംഗ് ഫോർ ഫുഡ്. അപ്പോൾ ഡോഗും ആ കുട്ടിയും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷികൾ പറക്കുന്നുണ്ട്. ബേർഡ്സ് ആർ ഫ്ലൈയിങ്. കൂടുതൽ സെൻറ്റൻസുകൾ ഇതിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ആക്ടിവിറ്റി 10. റീഡ് ദ സെൻറ്റൻസസ് ഗിവൻ ആൻഡ് മാച്ച് ദം വിത്ത് ഇമോജീസ്. ഇമോജി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. 3 ഇമോജി ഉണ്ട്. ഫസ്റ്റ് ഇമോജി ഹാപ്പി, സെക്കൻഡ് ഇമോജി സാഡ്, തേർഡ് ഇമോജി സർപ്രൈസ്ഡ് സൈൻ ആണ്. അപ്പോൾ ഇതിൽ ഹാപ്പി വരുന്നത് സാഷ ആൻഡ് നവീൻ ബിക്കേം ഹാപ്പി വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് ദം. ഹെഡ് മാസ്റ്റർ അഭിനന്ദിച്ചപ്പോൾ അവർക്ക് സന്തോഷമായി. അത് നമ്പർ 2 ആണ് വരുന്നത്. ഇനി സാഡ് ഇമോജി വരുന്നത് സഷ സോ ദ ഗേൾ ഇൻ എ ടോൺ ഡ്രസ് ഷീ ബിക്കേം സാഡ്. ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് കീറിയതായിരുന്നു, അത് കണ്ടപ്പോൾ അവർക്ക് സങ്കടമായി. നമ്പർ 3 വരും. കവിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സാഷ. സാഷയുടെ അടുത്ത് നിന്ന് ബുക്ക് കിട്ടിയപ്പോൾ കവിത സർപ്രൈസ്ഡ് ആയി. അപ്പോൾ ആ സർപ്രൈസ്ഡ് ഇമോജിയാണ് 3ാമത്തത്. അത് അവിടെ കൃത്യമായിട്ട് എഴുതുക.